അടുത്തതായിട്ട് പി എച്ച് പിയിൽ പാറ്റേൺ മാച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദർ വിൽ ബി സം സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് വിൽ ബി വി ആർ സെർച്ചിങ് ഫോർ. ഓക്കെ, അതിനെയാണ് നമ്മൾ പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. സോ ഇതിന് പി എച്ച് പിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൊവിഷൻ തന്നെ തന്നിട്ടുണ്ട്. റെഗുലർ എക്സ്പ്രഷൻസ്. വി ക്യാൻ ക്രിയേറ്റ് റെഗുലർ എക്സ്പ്രഷൻസ് വിച്ച് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഫോംസ് എ സെർച്ച് പാറ്റേൺ. Okay, we can create search patterns using regular expressions. So ഈ റെഗുലർ എക്സ്പ്രഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പാറ്റേണിനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് യൂസിങ് ദിസ് റെഗുലർ എക്സ്പ്രഷൻസ്. സോ ദിസ് ക്യാൻ ബി ഓക്കെ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ചിങ് നടത്തുന്നു. ആ സെർച്ച് എന്ന് പറയുന്നത് ക്യാൻ ബി എ സിംഗിൾ ക്യാരക്ടർ ഓർ എ മോർ കോംപ്ലിക്കേറ്റഡ് പാറ്റേൺ. ചിലപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ്ങിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ ഉണ്ടോ എന്നായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു സബ് സ്ട്രിങ് ഉണ്ടോ എന്നായിരിക്കും സെർച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഫുള്ളായിട്ട് സെയിം മാച്ച് ചെയ്യുന്ന ടെക്സ്റ്റുകൾ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സെർച്ചസ് നമ്മൾ പെർഫോം ചെയ്യാറുണ്ട്. So it is used to perform all types of text search and text replace operations. ഇപ്പോൾ പി എച്ച് പിയിൽ നമുക്ക് എല്ലാ ടൈപ്പിലുള്ള ടെക്സ്റ്റ് സെർച്ചും ടെക്സ്റ്റ് റീപ്ലേസ് ഓപ്പറേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷനാണ് പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കോമൺലി നോൺ ആസ് റെഗെക്സ് ഓർ റെഗെക്സസ്. റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ ഷോർട്ട് ഫോം ആണിത്. റെഗെക്സ് ഓർ റെഗെക്സസ് എന്നാണ് ഈ ഒരു പാറ്റേൺ മാച്ചിങ് ഫംഗ്ഷനിൽ നമ്മൾ പൊതുവായിട്ട് കോമൺ ആയിട്ട് പി എച്ച് പിയിൽ പറയുന്നത്. സോ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും യൂസസും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ validation of text strings. So suppose we are developing a website and we need to validate some text input, then we can use these functions and all pattern matching regular expressions for validation. And it is a powerful tool for analyzing, searching a pattern and modifying the text data. ഓക്കെ, ഒരു പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്യാനും അത് സെർച്ച് ചെയ്യാനും ഇനി ഇൻ കേസ് ഒരു ടെക്സ്റ്റ് ഡേറ്റയെ നമുക്ക് മോഡിഫൈ ചെയ്യാനും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് റെഗുലർ എക്സ്പ്രഷൻസ്, പി എച്ച് പിയിലെ റെഗുലർ എക്സ്പ്രഷൻസ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെർച്ചിങ് സ്പെസിഫിക് സ്ട്രിംഗ് പാറ്റേൺ ആൻഡ് എക്സ്ട്രാക്ടിങ് മാച്ചിങ് റിസൾട്ട്സ്. സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രിംഗ് പാറ്റേൺ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് മാച്ചിങ് റിസൾട്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്താൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പാഴ്സിങ് ടെക്സ്റ്റ് ഫയൽസ്. ടെക്സ്റ്റ് ഫയൽസ് ഒക്കെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അതിനകത്തുനിന്ന് പാഴ്സ് ചെയ്ത് കൊണ്ടുവരാനും പിന്നീട് നമുക്ക് ആ പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ള ഫർദർ അനാലിസിസും ഡേറ്റ മാനിപ്പുലേഷനും ഒക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ഹെൽപ്പ്. ആൻഡ് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ടൈം. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഇങ്ങനെയുള്ള ഈ ടെക്സ്റ്റ് സെർച്ചിങ് ഒക്കെ നമുക്ക് ചില വെബ്സൈറ്റുകളിലൊക്കെ കൂടുതലായിട്ട് വേണ്ടി വരുന്ന വെബ്സൈറ്റുകളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ ഡെവലപ്പറിൻ്റെ ഡെവലപ്മെൻറ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്ട്രിംഗ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ബട്ട് ബൈ യൂസിങ് ദിസ് റെഗുലർ എക്സ്പ്രഷൻസ് വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ടൈം ആൻഡ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ക്രിയേഷൻ ഓഫ് HTML template system recognizing tags. അപ്പോൾ നമുക്ക് HTML ടെംപ്ലേറ്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ടാഗ്സ് റെക്കഗ്നൈസ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. ആൻഡ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ബ്രൗസർ ഡിറ്റക്ഷൻ, സ്പാം ഫിൽട്രേഷൻ, ചെക്കിംഗ് പാസ്വേഡ് സ്ട്രെങ്ത്, ഫോം വാലിഡേഷൻസ്. ഇതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ് ഓഫ് regular expressions in PHP. So നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് എങ്ങനെയൊക്കെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് എക്സാമ്പിൾസ് ആണിത്. ഇപ്പോൾ ജീക്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ മാച്ചസ് ദ സ്ട്രിങ് വിത്ത് ജീക്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ്ങിൽ ജീക്സ് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ സ്ട്രിങ് വരുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ആണ് ജീക്സ്. ഓക്കെ, ദെൻ ക്യാരറ്റ് സിമ്പിൾ കൊടുത്ത് ജീക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് ജീക്സ് എന്നുള്ള രീതിയിലായിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് സ്റ്റാർട്ടിങ് വിത്ത് ജീക്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ദെൻ ജീക്സ് ഡോളർ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എൻഡിങ് വിത്ത് ജീക്സ് ആണോ എന്നുള്ള രീതിയിൽ. ദെൻ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിത്ത് ജീക്സ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്
ദ സ്ട്രിങ് വെയർ ജീക്സ് ഈസ് എലോൺ ഓൺ എ സ്ട്രിങ്. അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൽ ജീക്സ് എന്നുള്ള ആ ഒരു വേർഡ് മാത്രമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ചെക്ക് ചെയ്യാനാണ് ക്യാരറ്റ് സിമ്പിൾ സ്റ്റാർട്ടിങ്ങിലും ഡോളർ സിമ്പിൾ എൻഡിങ്ങിലും കൊടുത്തിരിക്കുന്നത്. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൽ എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ബി ഓർ സി ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അതിനകത്ത് വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള ചെക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന. ദെൻ എ ടു ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ലോവർ കേസ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടോ എന്നുള്ള ആ ഒരു റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ക്യാരറ്റ് സിമ്പിൾ എ ടു ഇസഡ് ക്യാപിറ്റൽ എ ടു ഇസഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിച്ച് ഇസ് നോട്ട് ആൻ അപ്പർ കേസ് ലെറ്റർ ആണെങ്കിൽ മാത്രം ആ ഒരു റേഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ക്യാരറ്റ് സിമ്പിൾ നമ്മൾ നോട്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ദെൻ ജിഫ് ഫോർ പി എൻ ജി ഫയൽസ് അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എ ടു ഇസഡ് പ്ലസ് എന്ന് പറയുമ്പോൾ 1 or more ലോവർ കേസ് ലെറ്റേഴ്സ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇതുപോലെ ഒരു റെഗുലർ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എനി വേർഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 number or 1 letter, ഒരു നമ്പർ അറ്റ്ലീസ്റ്റ് 1 നമ്പറും 1 ലെറ്ററും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു പാറ്റേൺ മാച്ചിങ് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് we can validate by using this simple regular expression like this. Okay, so ax by ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും എ ബി എ വൈ എക്സ് ബി എക്സ് വൈ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ആണ് നമ്മൾ ഒരു പാറ്റേൺ മാച്ചിങ് എഴുതുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ 4 സ്ട്രിങ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് സെർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് വലിയ സ്ട്രിങ്സിന് വരെ ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സോ കോംപ്ലിക്കേറ്റഡ് പാറ്റേൺസിന് നമുക്ക് ഇതിനകത്ത് റെഗുലർ എക്സ്പ്രഷൻസിനകത്ത് കുറേ റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ടും കുറേ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് പാറ്റേൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ക്യാരറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ഓഫ് ദി സ്ട്രിങ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡോളർ ആണെങ്കിൽ എൻഡ് ഓഫ് ദി സ്ട്രിങ് നേരത്തെ കണ്ട എക്സാമ്പിൾസിൽ കണ്ടതാണ്. ഡോട്ട് ആണെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സിംഗിൾ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ പാരാന്തസിസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പ്രഷൻസിനെ ഡിനോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോ വൈയോ ഇസഡോ ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ ക്യാരറ്റ് സിമ്പിൾ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഫൈൻഡ്സ് ദ ഐറ്റംസ് വിച്ച് ആർ നോട്ട് ഇൻ റേഞ്ച് ഫോർ എക്സാമ്പിൾ നോട്ട് എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി ഇത് മൂന്നും വരരുത്, ആ ഒരു കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദെൻ അതുപോലെ ഡാഷ് അല്ലെങ്കിൽ ഹൈഫൺ ഇതെന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ പൈപ്പ് സിമ്പിൾ ആണെങ്കിൽ നമുക്ക് ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ 0 or 1 പ്രിസീഡിങ് ക്യാരക്ടർ അല്ലെങ്കിൽ ഐറ്റം റേഞ്ച് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻ ക്രിയേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ ക്യാരക്ടർ ക്ലാസ്സസ് ഉണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് /n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലൈൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, /r എന്ന് പറയുമ്പോൾ ക്യാരേജ് റിട്ടേൺ. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന അത് എസ്കേപ്പ് സീക്വൻസസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആ സ്പെഷ്യൽ ക്യാരക്ടർ മീനിങ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. /t എന്ന് പറയുന്നത് ടാബ് ഡിനോട്ട് ചെയ്യുന്നു. /v ആണെങ്കിൽ വെർട്ടിക്കൽ ടാബ്, /f ആണെങ്കിൽ ഫോം ഫീൽഡ്, ദെൻ /xx ആണെങ്കിൽ ഒക്ടൽ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും, /xhh ആണെങ്കിൽ ഹെക്സാഡെസിമൽ ക്യാരക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടർ സീക്വൻസ് നമുക്ക് നമ്മുടെ റെഗുലർ എക്സ്പ്രഷനിൽ പ്രൊവൈഡ് ചെയ്യാം. സോ അപ്പം നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാറ്റേൺ മാച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സ്ട്രിങ്സ് ആയിട്ടാണ് ഈ പാറ്റേൺസ് എഴുതുന്നത്. അതായത് റെഗുലർ എക്സ്പ്രഷൻസ് എപ്പോഴും നമ്മൾ സ്ട്രിങ്സ് ആയിട്ടാണ് എഴുതുന്നത്. ആ സ്ട്രിങ്സിനകത്ത് ഡീലിമിറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, ദെൻ മോഡിഫയേഴ്സ് ഉണ്ടായിരിക്കും. ഈ മോഡിഫയേഴ്സ് ഓപ്ഷണലാണ്, പാറ്റേണും ഡീലിമിറ്ററും മസ്റ്റായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡബിൾ കോട്ട്സിനകത്ത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ എടുത്തിട്ട് ആ വേരിയബിളിലേക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്ത്, സോ ഇവിടെ നമ്മൾ EXP എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. വേരിയബിളിനകത്തേക്ക് നമ്മൾ ഈ പാറ്റേൺ റെഗുലർ എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യുകയാണ്.
സോ ഇവിടെ ഫോർവേഡ് സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ ഡീലിമിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത് W3 സ്കൂൾസ് എന്നുള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ലാഷ് 2 ഫോർവേഡ് സ്ലാഷിനിടയിലായിരിക്കും നമ്മൾ പാറ്റേൺ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഈ പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് സെർച്ചിങ് നടത്തേണ്ടത്. ഇവിടെ ഐ എന്ന് പറയുന്നത് മോഡിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പം ഈ ഐ മോഡിഫയർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ചിങ് നടത്തേണ്ടത് കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ട് സെർച്ചിങ് നടത്തണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്ങിൽ ക്യാപിറ്റൽ ലെറ്ററിലായാലും സ്മോൾ ലെറ്ററിലായാലും W3 സ്കൂൾസ് എന്നുള്ള സ്ട്രിങ് ഉണ്ട് എങ്കിൽ അത് ഒരു പാറ്റേൺ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ ഡീലിമിറ്റർ നമുക്കിപ്പം സ്ലാഷ് തന്നെ ഫോർവേഡ് സ്ലാഷ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. എനി ക്യാരക്ടർ ദാറ്റ് ഈസ് നോട്ട് എ ലെറ്റർ, നമ്പർ, ബാക്ക് സ്ലാഷ് ഓർ സ്പേസ്, ഇത് മാത്രം വരാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഡീലിമിറ്റർ ആയിട്ട് നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, നമ്പർ യൂസ് ചെയ്യാൻ പാടില്ല, ബാക്ക് സ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല, സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി ഏത് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് ഡീലിമിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. എങ്കിൽ പോലും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർവേഡ് സ്ലാഷ് ആണ് ഡീലിമിറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഇൻ കേസ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള പാറ്റേണിൽ ഫോർവേഡ് സ്ലാഷ് ഉണ്ട് എങ്കിൽ നമുക്ക് ഹാഷോ അല്ലെങ്കിൽ ടിൽഡ് സൈൻ പോലത്തെ ഏതെങ്കിലും അതർ ഡീലിമിറ്റേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ റെഗുലർ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വി ഹാവ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. PHPയിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് ടു പ്രോസസ് ദീസ് pattern matching function, okay, or to process the regular expression. For that we have most commonly used 3 functions. റെഗുലർ എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ് നമുക്ക് PHPയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഫങ്ഷൻസ് ആണിത്. ഒന്ന് പ്രഗ് മാച്ച് എന്ന് പറയുന്നത് റിട്ടേൺസ് 1 ഇഫ് ദ പാറ്റേൺ വാസ് ഫൗണ്ട് ഇൻ ദ സ്ട്രിങ് ആൻഡ് 0 ഇഫ് നോട്ട്. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ പാറ്റേണും ഇൻപുട്ട് സ്ട്രിങ്ങും കൊടുക്കുകയാണെങ്കിൽ ആ പാറ്റേൺ ആ സ്ട്രിങ്ങിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്ത് 1 എന്നുള്ള വാല്യൂ തരും, അല്ല എങ്കിൽ 0 എന്നുള്ള വാല്യൂ കിട്ടും. ദെൻ പ്രഗ് മാച്ച് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ്ങിൽ ഈ പാറ്റേൺ എത്ര തവണ വരുന്നുണ്ടോ അത്രയും ആ നമ്പർ അല്ലെങ്കിൽ ആ കൗണ്ട് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇൻ കേസ് ആ പാറ്റേൺ വരുന്നില്ല എങ്കിൽ 0 എന്നുള്ള വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ദെൻ പ്രഗ് റീപ്ലേസ് ഉണ്ട്. അതായത് നമ്മളിപ്പം കൊടുക്കുന്ന ആ പാറ്റേൺ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേണിനെ റീപ്ലേസ് ചെയ്ത് വേറൊരു സ്ട്രിങ് പുതുതായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ പുതിയ സ്ട്രിങ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. സോ ടു റീപ്ലേസ് സം പാറ്റേൺ, ഫോർ ദാറ്റ് വി ആർ യൂസിങ് പ്രഗ് റീപ്ലേസ്. ഓക്കെ, സോ അപ്പോൾ ഓരോ ഫങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. പ്രഗ് മാച്ച് ഫംഗ്ഷൻ ആണെങ്കിൽ വിച്ച് ടെൽസ് വെദർ എ സ്ട്രിങ് കണ്ടെയ്ൻസ് മാച്ചസ് ഓഫ് എ പാറ്റേൺ. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ W3 സ്കൂൾസ് എന്നുള്ള പാറ്റേൺ തന്നെയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ STR എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എടുത്തിട്ടുണ്ട്. വിസിറ്റ് W3 സ്കൂൾസ് എന്നുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് സ്ട്രിങ്. ദെൻ വി ആർ സ്പെസിഫൈങ് എ പാറ്റേൺ W3 സ്കൂൾസ് എന്നുള്ളത്, ആൻഡ് വി ആർ പ്രൊവൈഡിങ് കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സെർച്ചാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ യൂസിങ് ദ മോഡിഫയർ I. ഓക്കെ, സോ പ്രഗ് മാച്ച് $pattern, $string. അപ്പോൾ ആദ്യം നമ്മൾ പാറ്റേൺ വേരിയബിൾ പറഞ്ഞു കൊടുത്തു, അതായത് റെഗുലർ എക്സ്പ്രഷൻ ഏതിലാണോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വേരിയബിൾ ഇവിടെ പറഞ്ഞു. ദെൻ അതിനുശേഷം ഇൻപുട്ട് സ്ട്രിങ് എവിടെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. സോ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് സ്ട്രിങ്ങിൽ W3 സ്കൂൾസ് ഉണ്ട്. സോ ഇവിടെ സെൻസിറ്റീവായിട്ട് കേസ് ഇൻസെൻസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഈ ഒരു പാറ്റേണുമായിട്ട് മാച്ച് ആവും. അതല്ല എങ്കിൽ നമ്മൾ ഈ I മോഡിഫയർ കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് 0 ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദെൻ അതുപോലെ പ്രഗ് മാച്ച് ഓൾ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നിലധികം ഈ പാറ്റേൺ തന്നെ, അതായത് ഇവിടെ AIN എന്നുള്ളതാണ് നമ്മൾ പാറ്റേൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ പാറ്റേൺ ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനകത്ത് എത്ര തവണ ഒക്കർ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ അപ്പോൾ ഇവിടെ 4 തവണ ഇവിടെ ഒരു AIN ഉണ്ട്, ഇവിടെ ഒരു AIN ഉണ്ട്,
ഇവിടെ ഒരു AIN ഉണ്ട്, ദെൻ അഗെയിൻ ഇവിടെയും ഉണ്ട്. അങ്ങനെ മൊത്തം 4 സ്ഥലത്ത് AIN എന്ന് പറയുന്ന പാറ്റേൺ വരുന്നുണ്ട്. അപ്പം അവിടെ കേസ് ഇൻസെൻസിറ്റീവ് സെർച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് 4 തവണയുണ്ട്. ഇൻ കേസ് ഈ ഐ മോഡിഫയർ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് 3 ആയിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ. ദെൻ പ്രെഗ് റീപ്ലേസ്. സോ ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻപുട്ട് സ്ട്രിങ് വിസിറ്റ് മൈക്രോസോഫ്റ്റ് എന്നുണ്ട്. ദെൻ ആ മൈക്രോസോഫ്റ്റിനെ ഫൈൻഡ് ചെയ്തിട്ട് അതിന് പകരം W3 സ്കൂൾസ് ആക്കാനാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിസിറ്റ് W3 സ്കൂൾസ് എന്നുള്ള പുതിയൊരു സ്ട്രിങ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഇതാണ് പ്രെഗ് റീപ്ലേസ്. ദെൻ റെഗുലർ എക്സ്പ്രഷൻ മോഡിഫയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു മോഡിഫയർ കണ്ടു, ഐ എന്ന് പറയുന്നത്. സോ ഐ നമ്മൾ യൂസ് ചെയ്യുന്നത് കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ ഈ മോഡിഫയേഴ്സ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെർച്ചിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഐ ആണെങ്കിൽ കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സെർച്ചാണ് പെർഫോം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ എം ആണെങ്കിൽ മൾട്ടി ലൈൻ സെർച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പാറ്റേൺസ് that search for the beginning or end of a string will match the beginning or end of each line. ഓരോ ലൈനിലും മൾട്ടിപ്പിൾ ലൈൻസിൽ സെർച്ച് ചെയ്ത് എടുക്കുന്നു. ദെൻ യു എന്നുള്ളതാണെങ്കിൽ എനേബിൾസ് കറക്റ്റ് മാച്ചിങ് ഓഫ് UTF-8 എൻകോഡഡ് പാറ്റേൺസ്. നമ്മൾ UTF-8 എൻകോഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സാക്റ്റ് മാച്ചിങ് വരുന്ന രീതിയിലുള്ള സെർച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് യു എന്നുള്ള മോഡിഫയർ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ IMU ഇങ്ങനെ 3 മോഡിഫയേഴ്സ് യൂസ് ചെയ്ത് വി ക്യാൻ സ്പെസിഫൈ how a search is to be performed. നെക്സ്റ്റ് ഈസ് PHP ഫോം ഹാൻഡ്ലിംഗ്. നമ്മൾ HTML ഫോം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ HTML ഡെവലപ്പ് ചെയ്ത ആ ഫോംസിനെ തന്നെ നമ്മൾ PHPയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും ഒക്കെ കണ്ടതാണ്. സോ അതേ മെത്തേഡ്സ് തന്നെ ഇവിടെ PHPയിലും അവൈലബിൾ ആണ്. സോ whenever we are submitting some information using post or get method, that data will be stored in super global variables, okay, available in PHP, which are $_get and $_post. ഇപ്പോൾ ഈ രണ്ട് സൂപ്പർ ഗ്ലോബൽ ആയിട്ടുള്ള രണ്ട് വേരിയബിളിലേക്കാണ് നമ്മുടെ ഈ ഫോം ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോർമലി എഴുതുന്നത് പോലെ തന്നെയാണ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് HTML ഫോം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോം ആക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന welcome.php എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോ ആ welcome.phpക്കകത്ത് എഴുതിയിരിക്കുന്നത് ഇതാണ്. വെൽക്കം PHPയിൽ എക്കോ, അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ടെക്സ്റ്റ് ഇൻപുട്ട് ഉണ്ട്, അത് 2 ടെക്സ്റ്റ് ഇൻപുട്ട് ഉണ്ട്. ആദ്യത്തേൽ നെയിമും രണ്ടാമത്തേൽ ഇമെയിലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നെയിം എന്നുള്ള ഇതിനകത്ത് നമ്മൾ കൊടുത്ത വാല്യൂ $_post നെയിം എന്നുള്ള ആ ഒരു എൻട്രിയിലേക്കാണ് സേവ് ആവുന്നത്. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് $post ഓഫ് ഇമെയിലിനകത്തോട്ട് സേവ് ആവും. ഓക്കെ, കാരണം പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ $_get എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും ഇത് സേവ് ആവുന്നത്. അപ്പോൾ ദീസ് ആർ 2 സൂപ്പർ ഗ്ലോബൽ അറേ വേരിയബിൾസ്. ഓക്കെ, സോ അതിലേക്കാണ് നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഫോം ഡേറ്റ ഫുള്ളായിട്ട് സേവ് ആവുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് എക്സാമ്പിളായിട്ട് വന്നേക്കും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നെയിമിൽ ജസ്റ്റ് CRG എന്ന് ചുമ്മാ നെയിം കൊടുത്തു, crg@gmail.com എന്ന് പറഞ്ഞു. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ. സോ അപ്പോൾ ഇവിടെ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ യൂസർ എൻ്റർ ചെയ്യുന്ന നെയിമും ഇമെയിൽ ID-യും ഇവിടുന്ന് welcome.php എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് സെൻഡ് ചെയ്യും. പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ പോസ്റ്റ് മെത്തേഡിലുള്ള ആ ഡേറ്റയാണ് ഇവിടെ നമുക്ക് ഈ കാണിച്ചു തരുന്നത്. സോ അപ്പോൾ ആ സൂപ്പർ ഗ്ലോബൽ ആയിട്ടുള്ള ആ വേരിയബിൾസിൽ നിന്നാണ് നമ്മൾ ഈ 2 ഡേറ്റയെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വേറൊരു പേജിലാണ് ഇപ്പോൾ ആക്ച്വലി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള കോഡാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെൽക്കം നെയിം ആണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നത്. അപ്പോൾ ആ നെയിം ഡിസ്പ്ലേ വന്നിരിക്കുന്നത് $_post നെയിം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരൊറ്റ വേരിയബിളിനകത്തു നിന്നുള്ള ആ കറസ്പോണ്ടിങ് എൻട്രിയാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി വന്നിരിക്കുന്നത്.
ഇനി ഗെറ്റും പോസ്റ്റും മെത്തേഡ്സ് തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് HTML പഠിച്ച സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് മെത്തേഡ് തന്നെയാണെങ്കിലും ആക്ച്വലി ദർ വിൽ ബി ആൻ അറേ വിൽ ബി ക്രിയേറ്റഡ്. ഇപ്പം ഈ ഓരോ അറേയും ഗെറ്റ് മെത്തേഡിനാണെങ്കിലും പോസ്റ്റ് മെത്തേഡിനാണെങ്കിലും അറേ ക്രിയേറ്റ് ചെയ്തിട്ട് ആ അറേയിലേക്കാണ് നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ഏത് ഫോം കൺട്രോളിലാണോ നമ്മുടെ യൂസർ ഒരു വാല്യൂ എൻ്റർ ചെയ്തിരിക്കുന്നത് ആ ഫോം കൺട്രോളിൻ്റെ നെയിം ആയിരിക്കും ഇവിടെ കീ ആയിട്ട് വരുന്നത്. ദെൻ വാട്ട് എവർ വാല്യൂ എൻറ്റേർഡ് ബൈ ദി യൂസർ വിൽ ബി ദ വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ കീ. ആ രീതിയിൽ ഒരു കീ വാല്യൂ പെയർ അറേയാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഓരോ ഡേറ്റയും ഈ കീ വാല്യൂ പെയർ ആയിട്ട് അറേയിലേക്ക് എൻ്റർ ചെയ്യും. അതിന് ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡിന് വേണ്ടിയിട്ട് $_get $_post ഇങ്ങനെ രണ്ട് സൂപ്പർ ഗ്ലോബൽ അറേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ സൂപ്പർ ഗ്ലോബൽസ് വിച്ച് മീൻസ് ദാറ്റ് they are always accessible regardless of scope and you can access them from any function, class or file without having to do anything special. So that is the meaning of super globals. Mean okay, അപ്പോൾ നമുക്ക് ഏതൊരു പേജിൽ നിന്നാണെങ്കിലും ഏതൊരു ക്ലാസ്സിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനിൽ നിന്നാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു അറേ ആണ് _ഗെറ്റും _പോസ്റ്റും. അപ്പം നമ്മൾ ഏത് മെത്തേഡാണോ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറേയിലേക്കായിരിക്കും നമ്മുടെ ഈ പറയുന്ന വാല്യൂസ് സ്റ്റോർ ആവുന്നത്. So $_get is an array of variables passed to the current script via the URL parameters. ഇപ്പോൾ ഗെറ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ URL പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂസിന് അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. പോസ്റ്റ് മെത്തേഡിലാണെങ്കിൽ അത് HTTP പോസ്റ്റ് മെത്തേഡ് വഴി HTTP റിക്വസ്റ്റിനുള്ളിലാണ് ഈ നമ്മുടെ ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഗെറ്റും പോസ്റ്റും യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യുന്ന ഡേറ്റ ഇറ്റ് ഈസ് വിസിബിൾ ടു എവറി വൺ, എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന എല്ലാ വേരിയബിൾ നെയിംസും അതിൻ്റെ വാല്യൂസും എല്ലാം തന്നെ URL ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ അത് ആർക്ക് കണ്ടാലും മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മാക്സിമം 2000 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് അതുവഴി സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് ബുക്ക് മാർക്കിംഗ് ചെയ്യാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെബ് പേജിനെ നമുക്ക് ബുക്ക് മാർക്കിംഗ് ചെയ്യണമെങ്കിൽ ഈ വേരിയബിൾസ് എല്ലാം തന്നെ URL വഴി ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ബുക്ക് മാർക്കിംഗ് പോസിബിൾ ആണ് ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളൂ. ഗെറ്റ് ഷുഡ് നെവർ ബി യൂസ്ഡ് ഫോർ സെൻഡിങ് പാസ്വേഡ്സ് ഓർ അതർ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്. കാരണം ഇത് നമ്മുടെ URL വഴി സെൻഡ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് വിസിബിൾ ആവുന്നത് കൊണ്ടാണ് പാസ്വേഡ്സും സെൻസിറ്റീവ് ഇൻഫർമേഷൻസും ഒന്ന് അതുവഴി പാസ് ചെയ്യാത്തത്. ഓക്കെ, ഇനി പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആയിരിക്കത്തില്ല. ഇതിൻ്റെ നമ്മൾ സെൻഡ് ചെയ്യേണ്ട എല്ലാ ഡേറ്റയും HTTP റിക്വസ്റ്റിൻ്റെ ബോഡിയിൽ തന്നെയായിരിക്കും എംബഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനുള്ള എമൗണ്ടിൽ ലിമിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് വേണമെങ്കിലും സെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. So POST supports advanced functionality such as support for multi-part binary input while uploading files to server. സർവറിലേക്ക് ഫയൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ മൾട്ടി-പാർട്ട് ബൈനറി ഇൻപുട്ട് ഫയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ഇതിനകത്ത് പോസ്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബുക്ക് മാർക്കിങ് പോസിബിൾ അല്ല. ഇനി ഫോം വാലിഡേഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ യൂസറുടെ കയ്യിൽ നിന്ന് നമ്മൾ കുറേ ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിക്വയർഡ് ഫീൽഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നെയിം കൊടുക്കുമ്പോഴത്തേന് നെയിമിനകത്ത് ക്യാരക്ടേഴ്സും സ്പേസും മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ഒന്നും തന്നെ നമ്മുടെ നെയിമിൽ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാലിഡേഷൻ നമുക്ക് കൊടുക്കാം. ഇമെയിൽ ID കറക്റ്റ് ഫോർമാറ്റിൽ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 ഫീൽഡ് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ള റിക്വയർമെൻറ്റ് നമുക്ക് പറയാം. ഇങ്ങനെ പല രീതിയിലുള്ള വാലിഡേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ വാലിഡേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്ന ഒരു ഫോം എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിനകത്ത് നമ്മൾ വാലിഡേഷൻ റൂൾസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നെയിം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ റിക്വയർഡ് ഫീൽഡ്, ഇത് മസ്റ്റായിട്ട് എൻ്റർ ചെയ്തിരിക്കണം. ഇറ്റ് മസ്റ്റ് ഓൺലി കണ്ടെയ്ൻ ലെറ്റേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസസ്, അത് മാത്രമേ വരാൻ പാടുള്ളൂ. ദെൻ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതും റിക്വയർഡ് ഫീൽഡാണ്, അത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കണം, കാരണം @ഡോട്ടും അതിൽ വരണം. ദെൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഓപ്ഷണലാണ്, പ്രസൻ്റ് ആണെങ്കിൽ അതിനകത്ത് വാലിഡ് URL കൊടുക്കണം എന്ന് മാത്രം. അതുപോലെ കമൻറ്റ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്, അത് മൾട്ടി ലൈനായിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അവിടെ നമ്മൾ ഫോം വാലിഡേഷൻ പറയുന്നത്. ദെൻ അതുപോലെ ജെൻഡർ കൊടുത്തിട്ടുണ്ട്, ജെൻഡർ മസ്റ്റ് ബി എൻറ്റേർഡ് ആൻഡ് മസ്റ്റ് സെലക്ട് എനി വൺ ഓഫ് ദ ഫീൽഡ്. ഓക്കെ, ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. സോ അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനകത്ത് യാതൊന്നും തന്നെ എൻ്റർ ചെയ്യാതെ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, സോ നെയിം ഈസ് റിക്വയർഡ്, ഇമെയിൽ ഈസ് റിക്വയർഡ്, ജെൻഡർ ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. സോ റിക്വയർഡ് ഫീൽഡ്സ് എല്ലാം തന്നെ നമുക്ക് ഓൾറെഡി സ്റ്റാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ നെയിം ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് CRG1 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ലെറ്റേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസസ് അലൗഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാലിഡേഷൻസ് നമുക്ക് PHPയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എറേഴ്സ് ഡിഫൈൻ ചെയ്യാനും ഈ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ എന്താണോ അത് നമുക്ക് സേവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വേരിയബിൾസ് ഇവിടെ ആവശ്യത്തിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ $_server റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ പോസ്റ്റ് മെത്തേഡ് വഴിയാണ് ഇവിടെ നമുക്ക് ഈ പറയുന്ന വാല്യൂസ് എല്ലാം തന്നെ പാസ് ചെയ്യുന്നത്. ദെൻ പാസ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഈ empty ആണോ എന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നെയിം ഇവിടുന്ന് പാസ് ചെയ്തു, ഈ പാസ് ചെയ്ത നെയിം empty ആണോ എന്ന് നോക്കി. empty ആണ് എങ്കിൽ നെയിം എറർ പ്രൊഡ്യൂസ് ചെയ്യും, നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള ആ ഒരു മെസ്സേജ് ഈ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വാലിഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും. ദെൻ ഇത് empty അല്ല എങ്കിൽ ടെസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ഇൻപുട്ടിനകത്ത് ജസ്റ്റ് വേറെ ഒന്നും തന്നെ ഇല്ല, ഇവിടെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. ആ ടെസ്റ്റ് ഇൻപുട്ടിനെ ജസ്റ്റ് ഡേറ്റയെ ട്രിം ചെയ്യാനും സ്ലാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനും HTML സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ മാറ്റിയിട്ട് സെയിം നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് കൊണ്ടുവരാനും ഒക്കെ വേണ്ടിയിട്ട്. ദെൻ അതിനകത്താണ് നമ്മൾ ഈ ഒരു എന്താണ് ഫിൽട്രേഷനും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു ടെസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ preg match യൂസ് ചെയ്തിട്ട് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് A to Z വരെയുള്ള ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ, പിന്നെ സ്പേസ് മാത്രമേ വരാൻ പാടുള്ളൂ, ബാക്കി ഏത് തന്നെ വന്നാലും അത് എററാണ്. സോ അപ്പോൾ അങ്ങനെ വരുന്ന അതാണ് ഇവിടെ നമ്മൾ preg match യൂസ് ചെയ്ത് പാറ്റേൺ മാച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇതിനും നമുക്ക് ആവശ്യമായിട്ടുള്ള വാലിഡേഷൻസ് എല്ലാം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ വാലിഡേഷൻസും കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഇത് നമ്മുടെ എന്താണ് HTML ഫോമിനുള്ളിൽ തന്നെ PHP യൂസ് ചെയ്തിട്ട് എക്കോ കൊടുത്ത് ഇപ്പോൾ എറർ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ എറർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ക്ലാസ് ഡിവിഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് ഇതിന് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു പോർഷനിലാണ് എറർ മെസ്സേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്പാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. ദെൻ കറക്റ്റായിട്ട് എല്ലാ ഇൻഫർമേഷനും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അവസാനം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം തന്നെ ഇവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ പക്ഷേ എന്നിട്ടും ഇൻവാലിഡ് URL വന്നു, www. കൊടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ എനിവേ ഇങ്ങനെയുള്ള വാലിഡേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് PHP യൂസ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് PHPയിൽ ഫോം വാലിഡേഷൻ. അടുത്തതായിട്ട് PHP കുക്കീസ് ആണ്. കുക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന കുറച്ച് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് ഇൻഫർമേഷനെയാണ് കുക്കി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സ്മോൾ ഫയൽ. ഓക്കെ, ഈ സ്മോൾ ഫയലിനകത്ത് യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് സെർവർ യൂസറുടെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ,
ഈച്ച് ടൈം ദ സെയിം കമ്പ്യൂട്ടർ റിക്വസ്റ്റ് എ പേജ് വിത്ത് എ ബ്രൗസർ. നമ്മൾ ഓരോ തവണയും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഒരു പേജ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിം പേജ് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈ കുക്കിയും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിനെ സെർവറിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ മുൻപ് സെർച്ച് ചെയ്തതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നമുക്ക് പോപ്പപ്പ് ചെയ്ത് കിട്ടാനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ കുക്കീസ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ PHP നമുക്ക് കുക്കീസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ വാല്യൂസ് റിട്രീവ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ PHP കുക്കീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് സെറ്റ് കുക്കി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്: സെറ്റ് കുക്കി നെയിം വാല്യൂ എക്സ്പയർ പാത്ത് ഡൊമൈൻ സെക്യൂർ HTTP ഓൺലി. ഇതിൽ നമുക്ക് നെയിം ഫീൽഡ് മാത്രമാണ് മസ്റ്റായിട്ട് റിക്വയർഡ് ആയിട്ട് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഓപ്ഷണലാണ്. നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്താണോ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള അത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. എക്സ്പയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് എക്സ്പയറേഷൻ ഇത്ര നാൾ വരെ ഈ കുക്കി ഉണ്ടായാൽ മതി എന്നുള്ളത് കൊടുക്കാം. ഏത് പാത്തിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് പറയാം. ഡൊമൈൻ എന്താണെന്ന് പറയാം. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. HTTP മാത്രമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കുക്കി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി നമ്മൾ ഇവിടെ ഇപ്പോൾ കുക്കി നെയിം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ എടുത്തു, കുക്കി വാല്യൂ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നെയിം എടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസറുടെ നെയിമാണ് സ്റ്റോർ ചെയ്യുന്നത്. യൂസർ ജോൺ ഡോ എന്ന് പറയുന്നതാണ് യൂസറുടെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് കുക്കി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കുക്കി നെയിം യൂസറിന് എടുത്തു, കുക്കിയുടെ വാല്യൂ ജോൺ ഡോ എന്നുള്ളതും കൊടുത്തു. ദെൻ ഇവിടെ ടൈം പറഞ്ഞിട്ടുണ്ട്. ഈ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഈ കുക്കി 30 ഡേയ്സിൻ്റെ വാലിഡിറ്റി മതി എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പം ഒരു ദിവസം എന്ന് പറയുന്നത് 86,400 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 30 ഡേയ്സ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തത്. അപ്പോൾ അത്രയും ടൈം മാത്രമായിരിക്കും ഈ ഒരു കുക്കിക്ക് വാലിഡിറ്റി ഉണ്ടാവുക. ദെൻ നമ്മളിങ്ങനെ സെറ്റ് കുക്കി യൂസ് ചെയ്ത് ഏതൊരു കുക്കി ക്രിയേറ്റ് ചെയ്താലും ആ കുക്കി വാല്യൂസ് എല്ലാം തന്നെ അണ്ടർസ്കോർ കുക്കി എന്നുള്ള ഈ ഒരു ഗ്ലോബൽ വേരിയബിളിലാണ് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. ഈ സെറ്റ് ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ കുക്കി സെറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സെറ്റ് ആയിട്ടില്ല എങ്കിൽ ആ കുക്കി സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുക്കി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റ് കുക്കി ഫംഗ്ഷനാണ് ആക്ച്വലി ഈ കുക്കി സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ ക്രിയേറ്റ് ഓർ റിട്രീവ് എ കുക്കി. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ എക്സാമ്പിളിൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യൂസർ എന്നുള്ള പേരിൽ അതിൻ്റെ വാല്യൂ ജോൺ ഡോ എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. പിന്നെ സ്ലാഷ് മീൻ ചെയ്യുന്നത് എൻ്റയർ വെബ്സൈറ്റിലും ആ ഒരു കുക്കി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. Then we retrieve the value of the cookie user using the global variable $_cookie. ഈ $_cookie എന്ന് പറയുന്ന ആ ഗ്ലോബൽ വേരിയബിളിനകത്താണ് നമുക്ക് ഇതെല്ലാം തന്നെ സ്റ്റോർ ആവുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിട്രീവ് ചെയ്ത് എടുത്ത് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. കുക്കി സെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഈ സെറ്റ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെറ്റ് കുക്കി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതൊരു HTML ടാഗിനും മുമ്പിലായിട്ട് തന്നെ വന്നിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ റൂള് വരുന്നത്. സോ ദ വാല്യൂ ഓഫ് ദ കുക്കി ഈസ് ഓട്ടോമാറ്റിക്കലി URL എൻകോഡഡ് വെൻ സെൻഡിങ് ദ കുക്കി. നമ്മൾ കുക്കി സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എൻകോഡഡ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇൻ കേസ് അങ്ങനെ നമുക്ക് വേണ്ട എങ്കിൽ നമ്മൾ സെറ്റ് റോ കുക്കി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സെറ്റ് കുക്കിക്ക് പകരം യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് കുക്കി സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദെൻ അടുത്തതായിട്ട് PHPയുടെ ഒരു അട്രാക്ഷനാണ് സെഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് ആ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന് അറിയാം ഇത് ഏത് യൂസറാണ് കയറിയിരിക്കുന്നത്, അയാൾ എപ്പോഴാണ് ലോഗിൻ ചെയ്തത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിനകത്ത് ചെയ്തത് എന്നുള്ളത് ലോഗ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലേ.
ഇപ്പം നമ്മൾ വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, ഏത് യൂസർ എപ്പോൾ ചെയ്തു, എന്ത് ഇൻഫർമേഷൻ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സെഷൻ ഈസ് എ വേ ടു സ്റ്റോർ ഇൻഫർമേഷൻ ടു ബി യൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ പേജസിലേക്ക് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് ഇ-കോമേഴ്സ് സൈറ്റുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് അടുത്ത പേജുകളിലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ ആ ഇൻഫർമേഷൻ. സോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ സെഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇൻഫർമേഷൻ ഈസ് നോട്ട് സ്റ്റോർഡ് ഓൺ ദി യൂസേഴ്സ് കമ്പ്യൂട്ടർ. യൂസർ കമ്പ്യൂട്ടറിലല്ല ഇവിടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്, പകരം ഈ സെഷൻ ഇൻഫർമേഷൻ എല്ലാം തന്നെ സെർവറിലാണ് സ്റ്റോർ ആവുന്നത്. സോ ബൈ ഡിഫോൾട്ട് സെഷൻ വേരിയബിൾസ് ലാസ്റ്റ് അൺടിൽ ദ യൂസർ ക്ലോസസ് ദ ബ്രൗസർ. നോർമലി ബ്രൗസർ ക്ലോസ് ചെയ്യുന്നവരെയാണ് ആ സെഷൻ ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആമസോൺ പോലുള്ള ചില സൈറ്റുകളിൽ അവർ പെർമനൻറ്റ് സ്റ്റോറേജിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ആഡ് ടു കാർട്ട് ചെയ്താൽ മാത്രമേ അത് പെർമനൻറ്റ് സ്റ്റോറേജിൽ പോകും. പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അവരുടെ ഡേറ്റാബേസിലാണ് സേവ് ആവുന്നത്. ഓക്കെ, അപ്പം അതുവരെയുള്ള കാര്യങ്ങൾ, അപ്പം ഇൻ കേസ് നമ്മൾ ആഡ് ടു കാർട്ട് കൊടുത്തില്ല എങ്കിൽ നമ്മൾ അതുവരെ നോക്കിയ കാര്യങ്ങൾ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. ഓക്കെ, സോ സെഷൻ വേരിയബിൾസ് ഹോൾഡ് ഇൻഫർമേഷൻ അബൌട്ട് വൺ സിംഗിൾ യൂസർ. ഒരു സിംഗിൾ യൂസറിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് സെഷൻ വേരിയബിൾസിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ആർ അവൈലബിൾ ടു ഓൾ പേജസ് ഇൻ വൺ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ്റെ തന്നെ എല്ലാ പേജസിലും നമുക്കത് അവൈലബിൾ ആയിരിക്കും. സെഷൻ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ദ സെഷൻ അണ്ടർസ്കോർ സ്റ്റാർട്ട് ഫംഗ്ഷൻ. സോ ഓരോ സെഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെഷൻ അണ്ടർസ്കോർ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ദെൻ നമ്മൾ ഓരോ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സെഷൻ വേരിയബിൾ സെറ്റ് ചെയ്യുന്ന സമയത്തും സെഷൻ വേരിയബിൾസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ് $_session എന്ന് പറയുന്ന വേരിയബിൾ. സെഷൻ അണ്ടർസ്കോർ സ്റ്റാർട്ട് ഫംഗ്ഷൻ മസ്റ്റ് ബി ദ വെരി ഫസ്റ്റ് തിങ് ഇൻ യുവർ ഡോക്യുമെന്റ് ബിഫോർ എനി HTML ടാഗ്സ്. ബാക്കി ഏതൊരു HTML ടാഗ്സിനേക്കാളും ഏറ്റവും ഫസ്റ്റായിട്ട് വരേണ്ട ഫംഗ്ഷനാണ് സെഷൻ സ്റ്റാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സെഷൻ വേരിയബിൾസ് ആർ നോട്ട് പാസ്ഡ് ഇൻഡിവിജ്വലി ടു ഈച്ച് ന്യൂ പേജ്. ഓരോ പുതിയ പേജിലും അത് പാസ് ചെയ്യുന്നില്ല, പകരം ഓരോ പേജിലും സെഷൻ സ്റ്റാർട്ട് ഫംഗ്ഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറുമുള്ള സെഷൻസിലെല്ലാം തന്നെ നമ്മൾ യൂസറുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മളിപ്പം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ കീ ജനറേറ്റ് ആവും. ഓരോ സെഷനിലും ഇതുപോലെ ഒരു യൂസർ കീ ജനറേറ്റ് ആവും. എന്നിട്ട് ഒരു സെഷൻ ഓപ്പൺ ചെയ്ത് വേറൊരു പേജിലേക്ക് ഓപ്പൺ ആവുന്ന സമയത്ത് ഇറ്റ് സ്കാൻസ് ദ കമ്പ്യൂട്ടർ ഫോർ എ യൂസർ കീ സ്കാൻ ചെയ്യും. അപ്പം മാച്ചിങ് കിട്ടുവാണെങ്കിൽ ആ സെയിം സെഷൻ തന്നെ ഇവിടെ ആക്സസ് ചെയ്യും. അതല്ല എങ്കിലാണ് പുതിയൊരു സെഷനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇപ്പം ഇതിങ്ങനെയാണ് നമ്മളൊരു സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. PHPയിൽ സെഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊരു HTML ടാഗിനും മുകളിലായിട്ട് ഫസ്റ്റ് ആയിട്ട് തന്നെ സെഷൻ സ്റ്റാർട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണം. ദെൻ സെഷൻ വേരിയബിൾസിനെ നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും നമുക്കിതുപോലെ അറേ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സെഷൻ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ സെഷൻ വേരിയബിൾസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഷൻ അൺസെറ്റ് അല്ലെങ്കിൽ സെഷൻ ഡിസ്ട്രോയ് എന്ന് പറയുന്ന ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ സെഷൻ ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് PHPയിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ 6th മോഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ് ഈ ഒരു ടോപ്പിക്കോട് കൂടി. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ ജനറലായിട്ട് ബാക്കിയുള്ള വെബ് പേജ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർസിൽ നിന്ന് PHPയിലുള്ള അഡ്വാൻറ്റേജസും PHPയിൽ കൂടുതലായിട്ട് നമുക്ക് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഉള്ളത് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒരുപാട് നമ്മൾ പ്രാക്ടിക്കൽ അപ്രോച്ചിലേക്ക് പോയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൽ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ രീതിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് PHPക്കുണ്ട്. നമുക്ക് ഒരുപാട് ഡേറ്റാബേസ് കണക്ടിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ PHPയിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാനും പറ്റില്ല. അത് ഈ ഒരു ടൈമിൽ എന്താ പറയുക, അതൊരു വേറൊരു രീതിയാണ് അങ്ങനെ പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അപ്രോച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പം ഞാൻ അതിലേക്ക് പോയിട്ടില്ല, ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്.
അതിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്ന് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6th മോഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്.